പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഒരു അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ യാത്രകൾ, നമ്മുടെ ഉദ്യമങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന വഴികൾ, നമ്മൾ ചെന്ന് കയറുന്ന തൊഴിലിടങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മൾക്ക് കുടിശ്ശികയായി തീർക്കാനുള്ള ബാധ്യതയായിട്ടുള്ള വിഷയങ്ങൾ, നമുക്ക് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, ഇന്ന് കൈവരിക്കേണ്ട വളർച്ച, ചില നിർണായകമായ നിമിഷങ്ങളും കൂടിയാലോചനയും കൂടിക്കാഴ്ചകളും ഉണ്ടെങ്കിൽ അത് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും സുവർണമായ ഒരു അവസരമാണിത്. കർത്താവിൻ്റെ കൂടെ ഈ ദിവസം തുടങ്ങാൻ കഴിയുന്നു. അമ്മയുടെ മധ്യസ്ഥതയിൽ ആരംഭിക്കുന്ന ഒരു ദിവസമാണിത്. കർത്താവെ, ഞങ്ങൾക്ക് ഈ അവസരം തന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ മക്കളിൽ നിന്ന് കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ മക്കളെ മേൽ ആവശ്യിക്കണം പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പഠനങ്ങളെ സമയം വൃഥാവിൽ ചെലവഴിക്കാതെ നന്നായി പഠിക്കുവാനും, പഠിക്കുന്ന മനസ്സിൽ പതിഞ്ഞു നിൽക്കുവാനും, മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് പരീക്ഷയെ പരിപാലിക്കുവാനും, കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ, പരീക്ഷ പേപ്പറുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതനുസരിച്ച് അവസാന വിഷയം സെലക്റ്റീവായിട്ട് പഠിക്കാനുള്ള അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ അനുഗ്രഹങ്ങൾ, വിഷയം പഠിക്കാനുള്ള വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോൺഫിഡൻസോടുകൂടി, ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ അവർ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, വിസ നഷ്ടപ്പെട്ടവർ, വിസ അന്വേഷിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് വിദ്യകളുടേത്, രേഖാമൂലമുള്ള തടസ്സങ്ങൾ, തൊഴിലിൻ്റെ തടസ്സങ്ങൾ, രജിസ്ട്രേഷൻ തടസ്സങ്ങൾ, ഉടമ്പടിയുടെ തടസ്സങ്ങൾ, അതുപോലെ തന്നെ രേഖാമൂലമായ ഗവൺമെൻറ്റുമായിട്ടുള്ള രേഖാമൂലമുള്ള തടസ്സങ്ങൾ, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീടിന് നമ്പർ കിട്ടാത്തവരെ, വീടും പഞ്ചായത്തും തമ്മിൽ നമ്പറിൻ്റെ പേരിൽ പല പല ഇഷ്യൂസ് നിലനിൽക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരുടെ കഴിവിനേക്കാളുപരി നമ്മുടെ വളർച്ചയെ, നമ്മുടെ സമാധാനത്തെ പാരവെക്കുന്ന, തുരങ്കം വെക്കുന്ന നാരകീയ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിഹരിക്കപ്പെട്ടെന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ, രോഗപീഠകൾ, വേദനകൾ, ഒരു പല്ലുവേദനയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ കളയും മനുഷ്യൻ്റെ. അവന് പിന്നെ ഭക്ഷണം കഴിക്കാനും തോന്നത്തില്ല, സംസാരിക്കാനും തോന്നത്തില്ല, വെറുതെ അടുക്കി റിപ്പോർട്ടിങ്ങനെ കാണാം. ഓരോരോ വേദനയാൽ ചിലർക്ക് ബ്ലീഡിങ് വന്നാൽ തീരത്തില്ല, ചിലർക്ക് ഭയങ്കര വയറുവേദനയായിരിക്കും, ചിലർക്ക് ഭയങ്കര നടുവേദനയായിരിക്കും. ഇങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിൽ വേദനയുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെച്ചുകൊണ്ട് വേദനയിൽ നിന്ന് രക്ഷപ്പെടാനും സമാധാനത്തോടെ നീ ജീവിക്കാനും ദൈവത്തിൻ്റെ കരുണകൾ ആവശ്യിക്കട്ടെ. മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, മക്കളുടെ ദുർനടപ്പ് കൊണ്ടും കുഞ്ഞുമക്കളുടെ രോഗങ്ങൾ കൊണ്ടും മക്കളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആവലാതി കൊണ്ടും വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കൾക്ക് വേണ്ട വിധം നല്ല ഭക്ഷണമോ വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാതെ കിടപ്പിലായിപ്പോയ മാതാപിതാക്കന്മാരുണ്ട്. അവർ വിഷമിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കിടക്കയിൽ നിന്ന് എത്രയും വേഗം ആലസ്യം രോഗം വിട്ടുണർന്ന് അവർ നല്ല ചൈതന്യത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു പോകുന്നവരെ അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു പോകുന്നവരെ അനുഗ്രഹിക്കണമേ. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ ആശീർവദിക്കണമേ. വീട്ടിൽ തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ. നിൻ്റെ ജോലി, നിൻ്റെ ജീവിത മാർഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നവരെ, നിൻ്റെ ജീവിതം നിനക്ക് കടങ്ങൾ തരാൻ നീ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവ് നിനക്ക് തരാനുള്ള ആൾക്കാർക്ക് തരാനുള്ള മനസ്സും തരാനുള്ള നിവൃത്തിയും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ, സഭയുടെ അധികാരത്തെ, കുരിശടയാളത്തിൽ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വീണ്ടും വായിക്കുന്നത് നിയമാവർത്തനം തന്നെയാണ്. നിയമാവർത്തനം 8-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. നോൻപാട് സബ്ജക്റ്റുകളാ, നോൻപാടെന്ന് ഓർക്കാൻ വേണ്ടിയാ. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ബൈബിളിന്റെ ഒരു വാട്ടർമാർക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിള് മുന്നോട്ട് വെക്കുന്ന ഒരു സമീപന രീതിയുണ്ട്. എന്താണെന്ന് അറിയാമോ? നോട്ട് ബൈ മെരിറ്റ്. രക്ഷാകര പ്രിൻസിപ്പിൾ വർക്കൗട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോർമുലയിലാണ്. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോൾ എല്ലാ ഉടമ്പടി എടുത്ത് എല്ലാവരും കാണാപ്പാടം പഠിച്ചിരിക്കുന്നത് എന്താണ്? Ephesians 2:8 എന്താണ്? അങ്ങയുടെ
ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കരുണ കൊണ്ട്. അത് ബൈബിൾ സംസ്കാരത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും ഒരു സമ്യക് രൂപമാണ്. എന്താ കാര്യം? അതാണ് അപ്പം കൊണ്ട് മാത്രമല്ല, അത് നോട്ട് ബൈ മെറിറ്റ്. എന്താ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ്, ബട്ട് ബൈ ഗ്രേസ് അല്ല. എല്ലാവരും ഈ ഓരോരോ സ്ഥലത്തും ഓരോ ഫോർമുല ഉണ്ടെങ്കിലും അതൊരു സാരാംശത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്. എന്താണ്? അത് തന്നെയാണ് ഈശോ പറയണത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 15:5, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ എന്തിനാണ് എന്നെ കൂടാതെ എന്ന് പറയുന്നത്? നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും, എല്ലാം കർത്താവ് കൂടിയാണ്. അല്ല, ജഡിക കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആത്മാവിൻ്റെ വിവേചനം വേണ്ടേ, ഏകമധ്യസ്ഥനായ കർത്താവിൻ്റെ മാധ്യസ്ഥ്യം വേണ്ടേ? അതുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണില്ലേ? എന്താണ്? അതായത് അവനെ അയച്ചവനിൽ വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പൊ എന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിത പ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനിൽ അയച്ചവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ അവൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം എന്ന് പറയുമ്പോൾ മെരിറ്റാണ് എൻ്റെ ഇത് വരേണ്ടത്. അവനവൻ്റെ കഴിവ് കൊണ്ടും ദൈവത്തെ മാറ്റി നിർത്തിയാലും മനുഷ്യന്മാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ബൈബിൾ ബ്രെഡ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ജീവിക്കണം എന്ന് പറയുമ്പോൾ ബ്രെഡ് കൊണ്ട് ജീവിക്കാൻ പറ്റും, ചാകണ വരെ ജീവിക്കാൻ പറ്റും. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല. ജീവിക്കുക എന്ന് വെച്ചാൽ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിത്യം നിലനിൽക്കുക എന്നാണ് പറയുന്നത്. നിത്യത വരെ ജീവിക്കുക. അപ്പം നിത്യത വരെ ജീവിക്കുന്നതിന് എന്ത് ചെയ്യണം? അത് അപ്പം കൊണ്ട് മാത്രമല്ല, എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട്. അപ്പം നോൻപിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യതയെക്കുറിച്ച് നമ്മൾ അനുസ്മരിപ്പിക്കുകയും. അപ്പോൾ നിത്യതയെ അനുസ്മരിപ്പിക്കുന്നത് നോൻപിൻ്റെ പഴയകാല ട്രഡീഷൻസാണ്. ഈ ദേവാസ്ത വെളി എന്നും പറഞ്ഞൊരു പ്രാർത്ഥനാ രൂപം കടലോര സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കടലോര സമൂഹത്തിലല്ല, പടിഞ്ഞാറൻ തീരത്തുള്ള എല്ലാ സമൂഹങ്ങളിലും ക്രിസ്ത്യൻ സമൂഹങ്ങളിലും ദേവാസ്തയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവരെല്ലാവരും വിളിച്ചു കൂട്ടിയായിരുന്നു. ഇവിടെ കേരളത്തിലുള്ള എല്ലാ ദേവാസ്വക്കാരും വിളിച്ചു കൂട്ടി. അവർക്ക് കുരിശുമാലയെ കൊടുത്ത് രാത്രി സ്കോഡ് വർക്ക് അവരെന്ന് വെച്ചാൽ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ലയോളയുടെ മെഡിറ്റേഷൻ ഇഗ്നേഷ്യൻ മെഡിറ്റേഡ് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഒന്നാമത് മരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇഗ്നേഷ്യൻ മെത്തേഡ് തന്നെയാണ്. ആദ്യം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നീട് മരണം കഴിഞ്ഞിട്ട് പിന്നെ വിധി, പിന്നെ സ്വർഗം, പിന്നെ നരകം. ഇങ്ങനെ ഉള്ള ഇഗ്നേഷ്യൻ ധ്യാന രീതികളാണ് പ്രമേയവൽക്കരിച്ചിട്ടുണ്ട് ദേവാസ്തകളിലുള്ളത്. അതാണ് ഫ്രാൻസിസ് സേവ്യർ ഇവിടെ തുടങ്ങിയത്. രാത്രി ദിനം അതിൽ പറയുന്നുണ്ട്, ഒന്നാമത് മരണമെന്നും സൂര്യത്തെ ഇങ്ങനെ ഈ ക്ഷേമപ്രയറില്ലേ, ഹീറോ ഇസ്രയേൽ എന്ന് പറഞ്ഞ് യഹൂദൻ്റെ പ്രാർത്ഥനയുടെ ആ ഒരു ക്രൈസ്തവ രൂപമാണ് ദേവാസ്ത വിളി. അതിനെക്കുറിച്ച് ഇപ്പം അദ്ദേഹം കേട്ടാൽ മതി. പക്ഷെ അവിടെയെല്ലാം ഈ ആയുസിൻ്റെ ക്ഷീണതയെക്കുറിച്ച് പറയുന്നുണ്ട്. ആകയാൽ ഉപവിയാകപ്പെട്ടവരെ, സ്നേഹിതരെ, നാളെ നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? മിശിഹാ തമ്പുരാൻ്റെ കൂടെ നിത്യതയോട് ജീവിക്കേണ്ടവരാണ് നമ്മളെന്ന്. അതാണ് ദേവാസ്തവിളിയുടെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പം അതിനെന്ത് ചെയ്യണം? അതിന് അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ജീവിക്കണം? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ്. അപ്പം ഈ പ്രാവശ്യം വചനത്തിൽ മനുഷ്യൻ വളർന്നു വരുന്ന, അതുകൊണ്ട് നോൻപ് കാലത്ത് മുഴുവൻ ധ്യാനങ്ങൾ വെച്ചിരിക്കണില്ല എല്ലായിടത്തും. അപ്പം നിങ്ങളതിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യാൻ കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ്. നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം, ഒരു വിശ്വാസത്തിൻ്റെ അല്ല നമ്മളിവിടെ ഇരിക്കുന്നത്, ഒരു സങ്കല്പത്തിലുമല്ല, നമ്മളൊരു പ്രയോഗത്തിലെ ജീവിക്കണ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഈ മോശ എന്ത് ഹൃദയമായിട്ടാണ് ദൈവത്തോട് സംസാരിച്ചത്. മോശ എന്നാ പറയണത് ദൈവത്തോട്? കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ ജനതകളെക്കാളും അനുഗ്രഹിക്കപ്പെടും. അതൊക്കെ മോശസ് എവിടെ നോക്കിയാൽ പറയണത്? ചുമ്മാ മേഘത്തെ നോക്കി പറയണതാ. ദൈവം അരൂപിയായതുകൊണ്ട് മോശസിനെ കാണാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ദൈവത്തിൻ്റെ മഹത്വമാണ് മേഘത്തിൻ്റെ
പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ എന്ത് പേഴ്സണലായിട്ടാണ് സംസാരിക്കണത്. അപ്പാ എന്ന് ഈശോ വിളിക്കണത് മേഘത്തെ നോക്കിയാ. അപ്പം അവനെ കണ്ടിട്ടല്ല. അപ്പം അവനെ കണ്ടിട്ടല്ല. ഗെത്സേമനി മുട്ടുകുത്തുമ്പോൾ മേഘത്തെ നോക്കിയാണ് സംസാരിക്കണത്. ആകാശത്ത് നോക്കി സംസാരിക്കും. എൻ്റെ ദൈവവേദനയെ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ മുഖം വിശ്വാസത്തിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് 34:10 പറയണത്, പുറപ്പാട് 34:10 മോസസ് ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചു എന്ന്. അവനെവിടെ നിന്നാലും ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത് വിശ്വാസി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മോസസിനെ പോലെ ഈശോനെ പോലെ ഞാനും എത്രയോ സ്കാനിങ് കഴിഞ്ഞു, എന്നിട്ടും ആ സിസ്റ്റർ അതുപോലെ ഇരിക്കുക. ഇപ്പോൾ ഡോക്ടർ എന്നാ പറഞ്ഞത് അവരോട്? കുഞ്ഞിൻ്റെ മൂത്രാശയം പിളർക്കണം, ഓപ്പൺ സർജറിയാണ്, എന്നിട്ട് അവിടെ നിന്ന് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം. മൂത്രാശയത്തിന് ഡാമേജ് ഇല്ലാതെയൊക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഒരു 1.5 മാസത്തോളം ഇത് മൂത്രമെല്ലാം ട്യൂബിട്ട് കിടക്കണം, ആശുപത്രി കിടക്കണം. അപ്പോൾ കുറേ കാശാവും. അപ്പോൾ ഈ കുഞ്ഞിനെ ഇത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരണപ്പോൾ അമ്മക്ക് വേദനയാണ്. അമ്മ ആ വേദനയോടാണ് യൂട്യൂബിൽ കർത്താവിൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആയിരക്കണക്കിന് മനുഷ്യർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉടമ്പടി ചേർന്നവർ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അമ്മയെ ദൈവത്തിൻ്റെ ശക്തി സോഷ്യൽ മീഡിയയിൽ കർത്താവിൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നവർ കുടുംബത്തിൽ, അവിടെ സാമ്പത്തിക കടങ്ങളിൽ, രോഗങ്ങളിൽ, ഹൃദയഭാരങ്ങളിൽ യേശു ക്രിസ്തുവിനെ ശക്തി പ്രവർത്തിക്കട്ടെ. ആ സെക്കൻഡ് പിറ്റേ ദിവസം കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി ചെന്ന് വീണ്ടും 3 സ്കാൻ ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? യൂട്രസിൽ അങ്ങനെ ഒരു സിസ്റ്റേ ഇല്ല. അത് തന്നെയാണ് ഇപ്പോൾ കുറവരിങ്ങാടത്തെ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞത് അല്ലേ? കുറവരിങ്ങാടത്തെ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞില്ലേ? അവൻ പേടിച്ചു പോയി സാക്ഷ്യം പറഞ്ഞപ്പോൾ. ആൾക്കാരെ കണ്ടുപിടിച്ച. പക്ഷെ പിന്നെ അത് പറഞ്ഞു. എന്താ സംഭവിച്ചത്? ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയിൽ TV-യിൽ നിന്ന് കർത്താവിൻ്റെ കൈസ്പർശം അനുഭവിച്ചെന്ന്. കൈസ്പർശം അനുഭവിച്ച് അവിടെ എഴുതിയിരിക്കണത് അവൾ ബോധം കെട്ട് വീണെന്നാണ് എഴുതിയിരിക്കണത്. അത് പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും ശക്തമായി അതിലൂടെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം. അതാണ് ജീവിക്കണ ദൈവവും ആരാധനയും. എൻ്റെ മക്കൾ അതാണ് കൂടണത്. നിങ്ങൾ ജീവനോടെ നേരെ കൃപാസനത്തിൽ വന്ന് കൂടുകയാണ് അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ അതനുസരിച്ചിട്ട് സന്തോഷമായിരിക്കണം. അച്ഛൻ്റെ മുഖത്ത് സന്തോഷം എന്താ? കർത്താവിൻ്റെ കൂടെ അമ്മയുടെ നടുക്ക് നിൽക്കുന്നത് ഒരു സന്തോഷമാണ് ശരിക്കും. ജനങ്ങൾക്ക് വേണ്ടി ഈശോൻ്റെ അമ്മയുടെ ഇടക്ക് നിൽക്കില്ല. അതിന് എത്രയോ പേര് മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കണത്. ആയിരങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടില്ലേ ഇതിന് വേണ്ടി? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമായി, എന്ത് സാമ്പത്തികമായ കടങ്ങളായാലും എന്ത് രോഗങ്ങളായാലും അമ്മ പ്രത്യക്ഷപ്പെടി മണ്ണിൽ നിന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ച് ഈശോൻ്റെ അടുക്കുന്ന അനുഗ്രഹം വാങ്ങിച്ചു തന്നെ എന്നെ വിടത്തുള്ളെന്ന് പ്രഖ്യാപിക്കുക, പ്രാർത്ഥിക്കുക. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നിന്ന് എന്നെ വിടുന്നത് വെറും കൈയോടെ ആയിരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കി ഞാനതിന് നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. നമുക്ക് ഇപ്പോൾ തുട വലുതായ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. നീര് കയറിയിട്ടേ എങ്ങനെ വന്ന് നീരാണെന്ന് അറിയത്തില്ല. പക്ഷെ തുട ഇങ്ങനെ വലുതായിരിക്കുക, നീര് താഴോട്ടുമില്ല പറ്റണമില്ല. അങ്ങനെയുള്ളവരെ ഈശോ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഖിയ നീര് രോഗികളെ സ്പർശിക്കണം ഈശോ. ഈശോ നീതി രോഗികളെ സ്പർശിക്കുന്ന കർത്താവ്. ഈശോ അത്ഭുതകരമായ നീതി രോഗങ്ങളെ ഈശോയുടെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മേ പീഡകളും നിന്ന പരിഹാസമേറെ
സാന്ത്വനമായി നടക്കാം. സുഹൃത്തിലെ അമിതബലം വരുളി എന്നെ സാന്ത്വനമായി നടക്കാം. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലൻ യാത്രയതിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകും. മക്കളെ, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധന പ്രകരണങ്ങൾ ഇതുപോലെ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സങ്കടം വെച്ചുകൊണ്ട് പറയണം. എന്താണ്? എൻ്റെ രോഗത്തെ പ്രതി. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ദർശനമില്ലേ, അത് ക്യാൻസറോ എന്തോ ആണ്. പക്ഷേ കൃത്യമായിട്ട് ആ വ്യക്തി അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ സാക്ഷ്യം പറഞ്ഞിരിക്കാം. പക്ഷേ നിങ്ങളെപ്പോഴും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെന്ന് പറയുമ്പോൾ എൻ്റെ കടങ്ങളെ പ്രതി, ഇപ്പോൾ സാമ്പത്തികമായ കടങ്ങളിൽ ജപ്തി നടപടിയും ഇപ്പോൾ മാർച്ച് മാസമായത് കാരണം കുറേ വിഷമം അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാമ്പത്തിക വിടുതലിനെ പ്രതി എന്ന് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞേക്കണം. ഞാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെന്ന് പറയുമ്പോൾ എൻ്റെ ബന്ധുവിൻ്റെ ക്യാൻസറിനെ പ്രതി, അല്ലെങ്കിൽ രോഗങ്ങളെ പ്രതി, അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട സങ്കടങ്ങളെ പ്രതി എന്ന് പറഞ്ഞിട്ട് വേണം സ്തുതിക്കാൻ. കാര്യം നമ്മുടെ സങ്കടം വെച്ചാണ് നമ്മളത് സ്തുതിപ്പാക്കി മാറ്റണത്. സങ്കടം എപ്പോഴും സ്തുതിപ്പാക്കി മാറ്റി കഴിയുമ്പോൾ സ്തുതിപ്പിലേക്ക് എന്നാ വരണത്? ശക്തി വരണം. നമ്മുടെ സങ്കടം വെച്ചല്ലേ നമ്മൾ ആരാധിക്കണത്, സ്തുതിക്കണത്. അപ്പോൾ സ്തുതിപ്പിലേക്ക് എന്നാ വരണത്? ബലഹീനതയിലാണ്. ഇപ്പോൾ 2 കൊറിന്ത്യൻസ് നമ്മളെപ്പോഴും കേൾക്കണ വചനമാണ്. എന്നാ? ബലഹീനതയിലാണ് പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്നത്. 2 കൊറിന്ത്യൻസ് 12:9 വചനങ്ങളാണ് അല്ലേ? ബലഹീനതയിലാണ് എന്ന് പറഞ്ഞ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആവസിക്കാനുള്ള ഒരു നല്ല ടൈം എന്താ? നമ്മൾ ബലഹീനരായിരിക്കുന്നത്. ഇപ്പോൾ ബാങ്കുകാരനും ജപ്തി നടപടി വരുമ്പോൾ നമ്മൾ ബലഹീനമാകും. എത്ര പവറുള്ളവരാണെങ്കിലും പപ്പ എന്നെ അങ്ങനെ വിഷമിച്ചിരിക്കണം പപ്പ, കർത്താവ് സഹായിക്കുമെന്നൊക്കെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സ് കേൾക്കും, ദൈവമേ അങ്ങനെ പറയാൻ എനിക്കൊരു കുഞ്ഞെങ്കിലും ഉണ്ടല്ലോ എന്ന്, ഇല്ലേ? കാര്യം ഉടമ്പടിയിലൊക്കെ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പം നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് ശക്തി ആണ്. ആരാധനയിലൂടെയും എന്ത് ആധ്യാത്മിക ശുശ്രൂഷയിലൂടെയായും നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. ശക്തി ആവശ്യിക്കുക. ഇപ്പം ശക്തി നമുക്ക് കണ്ട് ആവശ്യിക്കാൻ പറ്റും, കേട്ടും ആവശ്യിക്കാൻ പറ്റും. 2 തരത്തിലാണ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഒന്ന് കണ്ടു വരും, രണ്ടാമത് കേട്ട് വരും. ഇപ്പോൾ നിങ്ങളെ ആരാധന വരുമ്പോൾ 2 സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സാക്ഷ്യം എന്താണ്? കർത്താവ് അനുഗ്രഹിച്ച വ്യക്തികളെ കാണുകയാണ് നിങ്ങൾ, അല്ലേ? അവർ പറയണത് നമ്മൾ കേൾക്കുകയാണ്. ഇപ്പം അച്ഛൻ തന്നെയാണെങ്കിലും കർത്താവിൻ്റെ വചനങ്ങളല്ലാതെ ഒരു കഥയോ ഒന്നും പറയത്തില്ലല്ലോ, ഒന്നും പറയത്തില്ല. വചനങ്ങളെ പറയത്തുള്ളൂ. എന്താ കാര്യം? വചനം രക്ഷയിലേക്ക് നയിക്കണ ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16 നമ്മൾ എന്താ വായിക്കണത്? ഏറ്റു പറഞ്ഞ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് നിങ്ങളുടെ ശക്തി ചോർന്ന് പോകത്തില്ലേ? ഭർത്താവിന് അസുഖമാണെന്ന് പറയുമ്പോഴും ഡോക്ടർ നിങ്ങൾക്ക് പ്രഷർ കൂടുതലാണല്ലോ, എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോഴും നിങ്ങളുടെ ശക്തി ചോർന്ന് പോകും, ഇല്ലേ? നമ്മൾ എത്ര ധൈര്യമുള്ള ആൾക്കാരാണെങ്കിലും ശക്തി പോകും. ഉടനെ നിങ്ങൾ മനസ്സിൽ പറയണം, എന്താ? വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിങ്ങനെ ആവർത്തിച്ച് പറയണം. ഇപ്പോഴല്ല, എന്തെങ്കിലും വിഷയം ഉണ്ടാകും, അച്ഛൻ ഹോംവർക്ക് തന്നതാണ്, അതാ അച്ഛൻ ഈശോ എന്നിലൂടെ നിങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ വരം തന്നതാണ്. എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ വീട്ടിൽ വഴക്കായി, കാര്യം ഉണ്ടാകാൻ കാര്യമില്ലാതിരിക്കാം. നമ്മളെ സന്ധിക്കാൻ സംരക്ഷിക്കാൻ കേൾക്കുകയും ചെയ്യേണ്ട ആൾക്കാർ നമ്മൾക്കുമായിട്ട് മാനസികമായിട്ട് അകന്നു പോവുകയും അപ്പോഴും നമ്മൾ ബലഹീനമായി. ചില സമയത്തൊക്കെ അങ്ങനെ വേണം മക്കളെ. കൊച്ചു കൊച്ചു വഴക്ക്, വലിയ വഴക്കൊക്കെ ഉണ്ടാകണം, നല്ലതാണ്. എന്താ? നമുക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണ സമയമാണത്. അപ്പോൾ നീ നിൻ്റെ കൂടെയുള്ള ദൈവത്തിനെ ഓർക്കണം. എന്താണ്? വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ എന്നിട്ട് നീ അതിനെ പ്രാർത്ഥനയാക്കി മാറ്റണം. ദൈവത്തിൻ്റെ ശക്തിയായ വചനമേ
എന്നെ ഇപ്പോൾ ശക്തീകരിക്കണമേ എന്ന് ഒന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തിയായ വചനമേ എന്നെ ഇപ്പോഴേ ശക്തീകരിക്കണമേ. അയ്യോ, അത്ഭുതം നീ കാണും, അത്ഭുതം നീ കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇപ്പം വചനം പോലും ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈശോ പോലും ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇപ്പം 1 കൊരിന്ത്യർ 1:24 എന്താ നമ്മൾ വായിക്കണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും, ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പോൾ വചനം മാത്രമല്ല, ഈശോയും ശക്തിയാണ്. ഈ ശക്തി നമ്മളിലേക്ക് വരാനുള്ളതാ. അതിനാണ് ആവശ്യിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയണത്. ശക്തിയായിട്ട് തന്നെ ഇരിക്കത്തില്ല. ഇപ്പം ദിവ്യകുർബാന ഈശോ ജീവനോടെ സാന്നിധ്യം നൽകുമ്പോൾ ആ ശക്തി അങ്ങനെ അവിടെ ഇരിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ച് കൊണ്ട് ശക്തി നമ്മളിലേക്ക് വരും. ഇപ്പം ശമയോൻ ഈശോനെ വിളിക്കണത് എന്താ? രക്ഷ എന്നാണ് വിളിക്കണത്, രക്ഷ. ശമയോൻ ഈശോനെ കണ്ടപ്പോൾ, ഉണ്ണീശോനെ എടുത്തപ്പോൾ എന്നാ പറഞ്ഞത്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള, പറഞ്ഞ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു. അപ്പം രക്ഷ കാണാൻ പറ്റും. ആ ശമയോൻ ഉണ്ണീശോനെ എടുത്ത അതേ ഈശോ തന്നെയാണ് ദിവ്യകുർബാനയായി മാറണത്. നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും, മകനെ മകളെ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ദിവ്യകുർബാനയായി നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലുക്ക 2:30. ദിവ്യകുർബാന എന്ന് പറയുന്നത് എന്താണ്? ലുക്ക 2:30 എന്താണ്? എല്ലാ മനുഷ്യർക്കും, മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും നാനാജാതി മതത്തിന് സാക്ഷ്യം പറയുകയാണ്. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? എല്ലാ മനുഷ്യർക്കും, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും. ലുക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണുകൊണ്ട് കണ്ട കർത്താവിനെ നമ്മളിലേക്ക് പ്രാപിക്കാൻ പറ്റും. നമുക്ക് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിലേക്ക് ഇപ്പോൾ നമുക്ക് രോഗമുണ്ട്, കടമുണ്ട്, കുടുംബത്തിൽ കലഹമുണ്ട്, വീട് വെക്കാൻ ഇടമില്ല, വീടുമില്ല, കുഞ്ഞുങ്ങളുടെ കല്യാണവും നടക്കണില്ല, വീടുമില്ല, കുടുംബത്തിൽ അസ്വസ്ഥതയാണ്, പലതരത്തിലുള്ള വിഷമതകളാണ്. അപ്പോൾ ഈ വിഷമതകളിലേക്കാണ് ദൈവം, ഒന്നാമത്തെ ഈശോൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. എന്താ? ഈശോയ്ക്ക് ഈ വചനങ്ങൾ കേൾക്കുകയോ കർത്താവിനെ ശരണം പ്രാപിച്ച് നടക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു വികാരം തോന്നും. എന്താ? അനുകമ്പ. ഇപ്പം ലുക്കായുടെ സുവിശേഷമില്ലേ, 8-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം. ഈ ജനക്കൂട്ടം 3 ദിവസമായി ഈശോൻ്റെ കൂടെ വചനം കേട്ട് നടക്കുമ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. അപ്പോൾ ആവർത്തിച്ച് അവർ 3 ദിവസമായി. നമ്മൾ ഈ 3 മാസം ഒരു ഘട്ടം വെച്ചിരിക്കണം. അങ്ങനെയാണ്. 3 മാസമില്ല ഉടമ്പടിക്ക്. ആദ്യ ഘട്ടം 3 പ്രാവശ്യം നമ്മളിവിടെ കൃപാസനത്തിൽ വന്ന് വചനം കേൾക്കണം. അപ്പോൾ വചനം, അപ്പോൾ അത് ആ 8-3 കണക്റ്റഡ് ആണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നമ്മൾ അനുകമ്പ തോന്നും. വെറും കൈയോടെ നമ്മളെ പറഞ്ഞു വിടാൻ മനസ്സ് വരത്തില്ല. അതാണ് ആൾക്കാർ സാക്ഷ്യം പറയണത്. എല്ലാ സാക്ഷ്യം പറയിപ്പിക്കാനാണേ. ഒരുവിധം മിറക്കിളിൻ്റെ മണമൊക്കെ ഉള്ളത് മാത്രമേ, അത്ഭുതങ്ങളുടെ അനുഗ്രഹങ്ങളൊന്നും അങ്ങനെ പറയിപ്പിക്കത്തില്ല. അതൊക്കെ അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി. മിറക്കിൾ പറയിപ്പിക്കും. അതെന്താ കാര്യം? അത് ഒത്തിരിയേറെ പേര് വളരെ ക്യാപിറ്റലായിട്ടുള്ള സങ്കടങ്ങളിലാണ്. അപ്പം അത് അവർ നടക്കുമായിരിക്കും, നടന്നാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ അഴകുഴമ്പനായിട്ടുള്ള ചിന്തയുള്ളവർക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്ക് ബോധ്യം കിട്ടും. എന്താ കാര്യം? എൻ്റെ കാര്യവും ഇതുപോലെ നടക്കും എന്ന് നമുക്കൊരു ബോധ്യം കിട്ടും. അതിനാണ് ഈ മിറക്കിൾസ് മാത്രം പറയിപ്പിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ സാക്ഷ്യമെല്ലാം മക്കൾ വായിക്കണം. പത്രത്തിലുള്ള സാക്ഷ്യം, ഫേസ്ബുക്കിലുള്ള സാക്ഷ്യം ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ വിശ്വാസം വരികയും നമ്മൾ വോൾട്ടേജ് കൂടുകയും നമ്മളും അതുപോലെ വിശ്വാസം പ്രാപിച്ച് പ്രാർത്ഥന എരിവുള്ളതായി മാറും. അല്ലെങ്കിൽ അവരിവരൊക്കെ പറഞ്ഞ് നമുക്ക് ആപ്പടെ വിഷമത്തിലായി നമ്മൾ ഡൗണായി പോകും. നിങ്ങൾ ഡൗൺ ആകാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ ഇടയ്ക്ക് നിങ്ങൾ മൊബൈലിൽ എല്ലാം ഇട്ട് തരണത്. അതുകൊണ്ട് മൊബൈൽ നിങ്ങൾ കൃത്യമായിട്ട് അച്ഛൻ്റെ പേജ് ലൈക്ക് ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുമ്പോൾ അല്പം ഡൗൺ ആകുമ്പോൾ ഒരു സാക്ഷ്യം വായിക്കണം, കേൾക്കണം. ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് ഒരു സാക്ഷ്യം കേൾക്കണം. അത് അച്ഛൻ്റെ ഒരു വചനം കേൾക്കണം.
അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളെ ഉടനെ ദൈവം വിശ്വാസം തരും, പിന്നെ തരും പ്രത്യാശ തരും. അപ്പോൾ വിശ്വാസം എങ്ങനെ പറയണം? യേശു കർത്താവാണെന്ന്. അല്ല, വിശ്വാസം എങ്ങനെ വരുന്നതാണ്? കേൾവിയിൽ നിന്ന് വരുന്നതാണ്. റോമ 10:17 ഇല്ലേ? റോമ 10:17 എന്താ വിശ്വാസം എന്ന് പറഞ്ഞ്? കേൾവിയിൽ നിന്ന്. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നാണ്. അപ്പോൾ ഈ സാക്ഷ്യം നമുക്ക് എന്താ തരണത്? കേൾവിയാണ്. കേൾക്കുമ്പോൾ എന്താ? വിശ്വാസം വരും നമുക്ക്. റോമ 10:17 അനുസരിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം വരും. വിശ്വാസം വന്നാൽ ഉടനെ എന്ത് പറ്റും? പ്രത്യാശ കിട്ടും. വിശ്വാസം വന്നാൽ പ്രത്യാശ വരും. അപ്പം അത് പ്രത്യാശ വന്നാൽ എന്ത് ചെയ്യും? പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരമായി വരും. അല്ലെങ്കിൽ പ്രാർത്ഥന ഇടക്ക് തണുത്ത് പോകും. പ്രാർത്ഥന തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വചനം വായിക്കണം. അരമണിക്കൂർ എന്ന് വെച്ചാൽ 2 മിനിറ്റ് 3 മിനിറ്റ് ആവർത്തിച്ച് 30 വചനം അരമണിക്കൂറിനുള്ളിൽ കിടക്കാനുള്ളിൽ വായിച്ച് തീർക്കണം എന്ന് പറയുമ്പോൾ ആ ദൈവത്തുമായിട്ട് കോണ്ടാക്റ്റ് വരും. അപ്പോൾ ഉടമ്പടി വിഷയങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ പല വിഷയങ്ങളും ദൈവം നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 16 കേസൊക്കെ ഉണ്ട് ചിലർക്ക്. ആ 16 കേസ് മാറിയിട്ട് സ്ഥലം വിറ്റ് മകളെ കെട്ടിക്കണം. അപ്പം നമ്മുടെ ബലത്തിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഉടമ്പടി എന്തുകൊണ്ടാണ് പവർഫുൾ ആകണമെന്ന് ചോദിച്ചാൽ, ഈ ഉടമ്പടിയിലെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നാണ്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ. അപ്പം സക്കറിയ പ്രവാചകന് കൊടുത്ത വെളിപാടാണത്. 4:6 എന്ന് പറഞ്ഞാൽ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. അതാണ് എഫെസ്യസ് 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കണം എന്താ അറിയാമോ? ഉടമ്പടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അസാധ്യമായ കാര്യങ്ങളാണ്. ഈ അസാധ്യമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മാനുഷികമായ ബുദ്ധിയോ ശക്തിയോ വിദ്യാഭ്യാസമോ സ്വാധീനമോ സ്വത്തോ കൊണ്ടൊന്നും സാധിക്കുമല്ല. അവിടെ ദൈവം തന്നെ ഇടപെടണം. അപ്പോൾ ദൈവം ഇടപെടണമുണ്ടല്ലോ. സുപ്രീം കോടതി, യൂണിവേഴ്സിറ്റി, എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് ഇടപെടുകയാണ്. അതെന്താണ്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അത് ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. കൈ അടിച്ച് കർത്താവ് ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണി. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണി. എൻ്റെ പുസ്തനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നിൽക്കാം. എൻ്റെ പുസ്തനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നിൽക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കടവും സഹന സാഹചര്യം മനസ്സിലോർക്കണേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതായത് ക്രിസ്തുവിന് പല തരത്തിൽ ഈശോയെ നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് റോമ 10:9. എന്നാ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവന് മരിച്ചോട് നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. ഒന്നേ പറഞ്ഞ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുകയും
ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. അപ്പം രക്ഷ ആരാണെന്നാണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് ശമയോൻ പറഞ്ഞത് ലുക്ക 2:30, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എന്ന് ശമയോൻ പറയും, ശക്തി എന്ന് പൗലോസ് പറയും. രണ്ടും ആളൊന്നാണ്. ആരാണ്? ഈശോ. രക്ഷ എന്ന് ശമയോൻ പറയും, ശക്തി എന്ന് പൗലോസ് പറയും. ദൈവത്തിൻ്റെ ജ്ഞാനവും, 1 കൊരിന്ത്യർ 1:24, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പം ശക്തിയായാലും രക്ഷയായാലും നമ്മൾ എങ്ങനെയാണ് ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ പ്രോസസ്സ് മെക്കാനിസം അറിയണം. നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ശക്തിയായാലും രക്ഷയായാലും നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ആരാധനയിലായാലും എങ്ങനെയാണത് പ്രാപിക്കണത്? പ്രഖ്യാപിക്കുമ്പോഴാണ്. യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്നു. എന്ന് പറഞ്ഞ യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇപ്പം കർത്താവാണെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെയും കർത്താവാണ്, കടങ്ങളുടെയും കർത്താവാണ്. നിൻ്റെ ഇല്ലായ്മയുടെയും കർത്താവ് തന്നെയാണ് ഈശോ തന്നെ കർത്താവ്. അപ്പോൾ കർത്താവെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് മുകളിൽ ആരുമില്ല. നിനക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞാലും, മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞാലും, കരളിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞാലും, കരളിൻ്റെ അസുഖത്തിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു സാക്ഷ്യം കേട്ടില്ലേ? അല്ല, ഡോക്ടർ എന്ന് പറഞ്ഞ ഇപ്പോൾ ഒത്തിരിയേറെ കരൾ രോഗികൾ സുഖപ്പെടുന്നുണ്ട്. പുതിയ കരളും പുതിയ കിഡ്നി അമ്മയുടെ മധ്യശരീരം വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ ഇപ്പോൾ 1-2 ആണെങ്കിൽ നമുക്ക് പറയാം ഒറ്റപ്പെട്ട സംഭവം. അങ്ങനെയല്ല, നിരന്തരം ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ വരുന്നത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. യേശു കർത്താവാണെന്ന്. അപ്പോഴേ രോഗമല്ല കർത്താവ്. ആരാണ്? യേശുവാണ് കർത്താവ്. കടവും ജപ്തി നടപടിയും ഒന്നുമല്ല കർത്താവ്. ആരാണ്? യേശുവാണ് കർത്താവ്. അപ്പം നീ ആ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലിരുന്നുകൊണ്ട് അത് വ്യാഖ്യാനിച്ച് തരണം. അപ്പം നീ ഇടയ്ക്ക് പറയണം യേശു കർത്താവാണ്. നീ പരീക്ഷയെ തോറ്റെന്ന് പറഞ്ഞാലും നീ പറയണം പരീക്ഷയല്ല, റിസൾട്ടല്ല, സർട്ടിഫിക്കറ്റ് അല്ല കർത്താവ്, യേശു കർത്താവ്. അപ്പോൾ യേശു കർത്താവാണ്, യേശു കർത്താവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. എന്താ ഉള്ളിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ അപ്പം തന്നെ പറയണം. നീ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശുവാണ് കർത്താവ്, യേശുവാണ് ശക്തി. അക്ഷരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഒന്ന് പറഞ്ഞ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. ഇപ്പം മരണത്തിനേക്കാൾ വലിയ കാര്യമില്ലല്ലോ. അതിനേക്കാൾ വലിയ കാര്യം എന്താണ്? ഉയർപ്പ്, അല്ലേ? എന്ത് തകർച്ച വന്നാലും ഞാൻ എന്നെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. ഒന്ന് പറഞ്ഞേ, എന്ത് തകർച്ച വന്നാലും ഞാനതിനെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. ഒന്നിന് പറഞ്ഞേ, എന്ത് തകർച്ച വന്നാലും ഞാനതിനെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. കൈയടിച്ച് കിടത്താൻ എന്ത് തകർച്ച വന്നാലും കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം യേശുവിനെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രാപിക്കുകയാണ് ചെയ്യണത്, അല്ലേ? പ്രാപിക്കണത് ഈശ്വരനെ പ്രാപിച്ചാലുള്ള ഗുണമെന്താ അതുകൂടി അറിയണം. ഈ പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടില്ല കേട്ടോ, ഓർത്തേക്കണം. പ്രാർത്ഥന മുടങ്ങിപ്പോയി, പ്രാർത്ഥന ചെല്ലിയില്ല എന്നൊന്നും പറയരുത്. കാര്യം ഈ പ്രെയർ ടൈമിലാണ് ഈ പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈശോ പൂങ്കാവനത്തിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എത്ര കൂടിയാലും കൂടാത്തൊരു സംഭവമാണ് പ്രാർത്ഥന. പ്രാർത്ഥന കൂടിപ്പോയെന്നൊന്നും പറയരുത്. ചില പിശാചുക്കൾ അങ്ങനെ പറയും, അവർക്ക് പ്രാർത്ഥന കൂടിപ്പോയിട്ടാണെന്ന് പറയും. പ്രാർത്ഥന ഒരിക്കലും കൂടത്തില്ല. 24 മണിക്കൂറും പ്രാർത്ഥിച്ച ആളാണ് ഈശോ. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണത്? അതായത് പ്രാർത്ഥനയിലാണ്. ഇപ്പം തന്നെ ഇപ്പം 1 കൊരിന്ത്യർ 1:24 നമ്മൾ എന്താ വായിച്ചത്? ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞേ, ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു
നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വചനം എൻ്റെ മനസ്സിൽ വന്നിട്ട് പരിശുദ്ധാത്മ പറഞ്ഞത് എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അറിവാണ്, ദൈവത്തിൻ്റെ നോഹവ്, ജ്ഞാനസൂത്രമാണ്. എന്താണ്? വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന്, തിയറിയാണെന്ന്. ദൈവത്തിൻ്റെ സിദ്ധാന്തമാണ്. ദൈവത്തിൻ്റെ സിദ്ധാന്തവും ദൈവത്തിൻ്റെ പ്രയോഗവും ഒന്ന് തിരിച്ചു വായിക്കാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ സിദ്ധാന്തവും ദൈവത്തിൻ്റെ പ്രയോഗവും, അതല്ലേ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമെന്ന്. എന്ന് വെച്ചാൽ നീ രക്ഷപ്പെടാനുള്ള തിയറി, പോംവഴി, അതും ഈശോ തന്നെയാണ്. അതാണ് ദൈവത്തിന് ജ്ഞാനമെന്ന് പറയണത്. ഈ ദൈവത്തിന് ജ്ഞാനം നിൻ്റെ ആത്മാവിൽ നിറയുമ്പോൾ കർത്താവ് പുതിയ വഴികൾ കാണിച്ചു തരും. നിൻ്റെ വഴി കയ്യിൽ വഴിയുണ്ട്. എന്താ വഴി? പറമ്പ് വിറ്റ് മാറണമേ എന്നാൽ മാത്രമേ മകളെ കെട്ടിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഇപ്പോൾ ഒരു സാക്ഷി നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? പോയി ബെൻഡ് വെച്ചില്ലേ അവർ, കിട്ടാനുള്ള കാശിന് ബെൻഡ് വെച്ചു. അപ്പോൾ അവർ പതറിപ്പോയി. ഉടമ്പടി ചെയ്തപ്പോൾ മനസ്സറിയാത്തൊരു 10 ലക്ഷം കൊടുത്തെന്ന്. അതെന്താണ്? പുതിയ വഴികൾ വരണതാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമാണത്. ദൈവത്തിൻ്റെ ജ്ഞാനവും പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഒരു 2 ലക്ഷത്തിൻ്റെ ഒരു സാക്ഷ്യം കേട്ടില്ലേ? അവൻ ആ സ്റ്റുഡൻ്റാണ്. പക്ഷേ ആ 2 ലക്ഷം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, പിരിപ്പനുസരിച്ച് തുടരാൻ പറ്റത്തില്ല, വിസ പ്രോബ്ലം ഉണ്ടാവും, ചിലപ്പോൾ അകത്തും പോകും. അപ്പം അവനെ അറിയാത്ത ഒരു കന്യാസ്ത്രീ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് 2 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ഓരോ വഴികൾ തെളിഞ്ഞവൻ്റെ കാര്യം മനസ്സിലാക്കണം. ഒരു വഴിയും നമ്മുടെ മുമ്പിൽ വേണമെന്ന് ഞാൻ പറയത്തില്ല. ഉടമ്പടിക്ക് നിങ്ങൾ അതാണ് നിങ്ങൾ സാക്ഷ്യം കേൾക്കണമെന്ന് പറയണത്. സാക്ഷ്യം കേട്ടാൽ മാത്രം പോരാ, സാക്ഷ്യത്തിന് അകത്തുള്ള സിദ്ധാന്തം അറിയണം. അതെന്താണ്? അത് ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം എന്തിൻ്റെതാണ്? ദൈവത്തിൻ്റെ ജ്ഞാനവും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഞാൻ വഴിമുട്ടി നിൽക്കുകയാണ്. കർത്താവേ, ജ്ഞാനമായി എന്നിൽ ആവശ്യിക്കണമേ. 1 കൊരിന്ത്യൻസ് 1:24 ഓ ദിവ്യകാരുണ്യമേ, ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, ജ്ഞാനമായി എന്നിൽ നിറയണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ.